ചേട്ടാ സോറി, എനിക്ക് വേറൊരു ലവറുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരിയുടെ ബ്രദർ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം ആങ്ങളെ പോലെ ചേട്ടനെ കണ്ടേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. സോറി. ഇത്ര വൃത്തികെട്ട ശബ്ദം കൊള്ളത്തില്ല കീബോർഡ്. ചേട്ടായി ഇതാരും എന്റെ അനിയെത്തി പരുന്നറിയല്ലോ. പരിയ കുത്തിയിരുന്ന് മുടിയാ. നീ ഇന്നലെ എന്റെ കൂട്ടുകാരുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞ അവക്ക് ലൈനുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പൊക്കി പറയാന്ന് വിചാരിക്കരുത് എന്റെ ചേട്ടായി, നിങ്ങളൊരു സർട്ടിഫൈഡ് ചെറ്റ തന്നെ. എന്തിനാ പറഞ്ഞത്? ഇന്നലെ ഞാൻ നിന്റെ കൂട്ടുകാരി പ്രപ്പോസ് ചെയ്തു. ഓ എമ്പക്കം മുഴണ്ട, ഞാൻ ബാക്കി പറയട്ടെ. അപ്പൊ അവള് പറയാണ്, ചേട്ടൻ എന്റെ കൂട്ടുകാരുടെ ചേട്ടനല്ലേ, അതുകൊണ്ട് ഞാൻ ചേട്ടനെ ഒരു ആങ്ങളെ പോലെ കണ്ടിട്ടുള്ളൂ. എന്റെ കൂട്ടുകാരി അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ അപ്പൊ തന്നെ ഒരു ആങ്ങളുടെ കടമ നിർവഹിച്ചു. ഫോൺ എടുത്ത് അവളുടെ അച്ഛനെ വിളിച്ചു. ഞാൻ അവളുടെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ കറക്റ്റ് അല്ലേ? അല്ലേ അല്ലേ? കാരണം എന്റെ പെങ്ങള് മോശം വഴിക്കൊന്നും പോകാൻ പാടില്ലല്ലോ. ഇനിയിപ്പം അവളെന്നല്ല, എന്റെ സ്വന്തം എറണാകുളം പെങ്ങളായ നീയാണെങ്കിൽ പോലും ഞാൻ അച്ഛനെ വിളിച്ച് പറയും. ചേട്ടായി അതിന് എനിക്ക് ലൈനൊന്നുമില്ല. നിനക്ക് ഇല്ലെന്നല്ലോ, നിനക്ക് കിട്ടത്തില്ലല്ലോ. നിന്നെ ആരെ പ്രേമിക്കാൻ പോണു? നിന്നെ പ്രേമിച്ചു, ഞാൻ പ്രേമിക്കുന്നവൻ എടുത്ത് എടി പോലെ ഞാൻ പ്രായം കഴിഞ്ഞിട്ടില്ല. അവന് ചട്ടും പൊട്ടും മുടന്നും പിടിച്ച് കണ്ണൊക്കെ കുത്തിക്കൂട്ടി തിങ്ങനെ. അയ്യോ